എനിക്ക് പാട്ടുകാരെയാണ് വിശ്വാസം. ഇനി ചാറ്റ് ജി പി ടി പറഞ്ഞ പോലെ വൈകുന്നേരമാണോ? ബൈക്കാണൊരു കുഴപ്പമില്ല, ലെസ് ആവാതിരുന്നാ മതി. നിലത്ത് കിടക്കുന്ന ഞാൻ നിലത്ത് കിടക്കാം. താൻ കട്ടിൽ കിടന്നു പറയാൻ ലൈറ്റ് ഓഫ് ചെയ്താ ഞാൻ നില കിടന്നോ? എന്റെ പൊന്നടാ, നീ എന്തേലും ഒന്ന് പറ. ഡേയ്, ഞാൻ ഇതിനെന്ത് പറയാനാ? എടാ, നീയും നിന്റെ വീട്ടുകാരൊക്കെ കൂടി തീരുമാനിച്ച ബന്ധമല്ലേ ഇത്? പ്രത്യേകിച്ച് നിന്റെ തീരുമാനം. ഇതിലിപ്പോ ഞാൻ എന്ത് പറയാനാ? നിന്റെ വീട്ടുകാരും തമ്മിൽ ആലോചിച്ച് ഒരു തീരുമാനം എടുക്കുന്നല്ലേ ഇതിൽ ഉത്തമം. എടാ, എന്നാ പിന്നെ നിനക്ക് നിന്നെ വിളിക്കേണ്ട കാര്യമുണ്ടോ? എടാ, താല്പര്യമില്ല എന്നൊക്കെ പറയുന്നത് നീ വിചാരിക്കുന്ന ടൈപ്പ് ആയിരിക്കില്ലടാ. അപ്പം ചാറ്റ് ജി പി ടി പറഞ്ഞതോ? എടാ, ചാറ്റ് ജി പി ടി ഒന്നും വിശ്വസിക്കാൻ പറ്റൂലടാ. എടാ, ഇൻസ്റ്റയിലും ചാറ്റ് ജി പി ടി ഇപ്പൊ കാണുന്നില്ലേ? ആണിനെ പെണ്ണാക്കുന്നു, പെണ്ണിനെ ആണാക്കുന്നു. അതൊന്നും വിശ്വസിക്കാൻ പറ്റില്ലടാ. ഫോട്ടോസ് വരെ മാറ്റി തരുന്ന ടീമാ. അതുകൊണ്ട് വിശ്വസനീയമായ തെളിവുകളൊന്നും കിട്ടാതെ നമ്മളൊന്നും വിശ്വസിക്കാൻ പാടില്ല. ഇനിയിപ്പോ തെളിവ് എവിടെ ഒപ്പിക്കാനാ? സെർച്ച് ചെയ്യണം, പരുതുക, എന്തെങ്കിലും കിട്ടുന്നവരെ പരുതുക. നിനക്ക് മാത്രമേ ഇതിലൊരു തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. നിനക്ക് മാത്രം. പരതണം. സ്പ്രേ ഉണ്ടായിരുന്നോ? പെർഫ്യൂം ആ റൂമിലുണ്ടല്ലോ. ഞാൻ എടുത്തോളാം. ഫോണില്ലാത്ത രഹസ്യം ഉണ്ടോ മോളെ? പലചരക്കടല ബില്ലോ. ഇവനെന്തിനാ ഇനിയും വിളിക്കുന്നേ? നേരത്തെ വിളിച്ചതല്ലേ? ആ, പറയാളിയാ. എടാ, ഇതിനകത്തൊന്നും ഒരു തേങ്ങയില്ല. നീ നോക്കിയോ നല്ല പോലെ? പിന്നെ നോക്കാണ്ട്. ഇവിടെ മൊത്തം അരിച്ചു പറക്കടാ. മൊത്തം അരിച്ചു പറക്കില്ല. ഏതായാലും ഫോട്ടോസ് കൂടിയല്ല നേരെ. അവനെ ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയുള്ളൂ അളിയാ. എനിക്കറിയാം നിന്റെ ഐഡിയ ഉണ്ടെന്ന്. നീ പറ, എന്താ? അവള് പറയും വരെ വെയിറ്റ് ചെയ്യാം. ഞാൻ ആലോചിച്ചിട്ട് അതേ കാണുന്നു. ഇതിനാണ് പിന്നെ ഞാൻ തന്നെ എന്തെങ്കിലും കണ്ടുപിടിച്ചു. നീ വെയ്യെന്നാ? ഏജന്റ് ആണ്. ചായ ഇഷ്ടപ്പെട്ടോ? ഇവിടെ അച്ഛൻ അടുക്കളയിലൊന്നും കയറത്തില്ല. ഭയങ്കര കുലപുരുഷനാ, മടിയനാ. ആണല്ലേ? പക്ഷെ ഞാൻ അങ്ങനല്ല. ഞായുടെ അമ്മയൊക്കെ സഹായിക്കാറുണ്ട്. എല്ലാം പ്രിയയുടെ ഒരു ഭാഗ്യം. എന്ത് രസമല്ലേ ഇവിടുത്തെ വ്യൂ? പിന്നെ അടിപൊളിയല്ലേ? എത്ര തവണ പറഞ്ഞിട്ടുണ്ടോ എന്റെ അനുഭവത്തില്ല എന്റെ ശരീരം തൊടരുതെന്ന്? എടി, ഞാൻ നിന്റെ ഭർത്താവാ. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല എനിക്ക് സമയം വേണമെന്ന്. എടി, നിനക്ക് നിന്റെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ പറ്റി എന്തെങ്കിലും ചിന്തിച്ചൂടെ?
ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഒരു 1000 രൂപ പാലത്തിന്റെ കീഴെ പോയി നിൽക്കാടി. മര്യാദയ്ക്ക് സംസാരിക്കണം. ഇതിൽ കൂടുതൽ എന്ത് മര്യാദ വേണ്ടേ? 24 മണിക്കൂർ ഇങ്ങനെ കെട്ടി ഒരുങ്ങി നടന്നിട്ടൊന്നും കാര്യമില്ല. ഇടയ്ക്കേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ കൂടെ മനസ്സിലാക്കാൻ പഠിക്കണം. നിന്നൊക്കെ ആര് വളർത്തി പഠിപ്പിച്ചു വിട്ടാടി? സോറി. അതെ, ഫ്രീ ആണോ? എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു. സോറി, എനിക്ക് സമയമില്ല. നിനക്ക് ഇത്ര നാളൊന്നും പറയണ്ടായിരുന്നല്ലോ. നീ ഒന്നും പറയാൻ വേണ്ട, മനസ്സിലായോ? അളിയ, എനിക്കിതിന് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് തോന്നലടാ. എനിക്ക് മടുത്ത് ഒരുമാതിരി കോമാളിയെ പോലെ ആവുക. അവക്ക് എന്നോട് ഇഷ്ടമൊന്നുമില്ലടാ. എടാ കുറച്ചൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. എത്രയെന്ന് വെച്ചാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യണ്ടേ? ഇന്ന് ശരിയാവും, നാളെ ശരിയാവും. എൻ്റെ ലൈഫ് തോലഞ്ഞടാ. എന്തായാലും ഡിവോഴ്സ് മൂവ് ചെയ്യണം. അല്ലാതെ ഞാൻ അതിനിങ്ങനെ കടിച്ചു നോക്കുന്നേ. എടാ നീ ഒന്ന് കൂളാകും, നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. വേറെ വഴിയൊന്നുമില്ല അളിയ. അവൾക്ക് അവളുടെ വഴി, എനിക്ക് എൻ്റെ വഴി. അല്ല, പരസ്പരം ഇഷ്ടമില്ലാത്തവരെ അവർക്ക് ഒത്തിരി നാളൊന്നും ജീവിക്കാൻ പറ്റത്തില്ല. കല്യാണമൊക്കെ ഭയങ്കര ആലോചിച്ച് കണ്ടുമൊക്കെ എടുക്കണമായിരുന്നു. ഇതിപ്പം ഞാൻ വല്ലവരോടുള്ള വാശിയുടെ പുറത്ത് ഓരോ തീരുമാനമെടുത്തു. നീ വീട്ടിൽ അവതരിപ്പിച്ചോ? എനിക്ക് അവരെ എങ്ങനെ കൺവിൻസ് ചെയ്തൊന്നും അറിയത്തില്ല. എനിക്ക് അവളെ കുറ്റപ്പെടുത്തി പറയാനും തോന്നില്ല. ആ, നീ എന്താന്ന് വെച്ചാൽ തീരുമാനിക്ക്. ഞാനെന്താ പറയാനാ? പൊട്ടനായി പോളിയാ. എനിക്ക് സംസാരിക്കണം. എടി, പറ്റത്തില്ലെങ്കിലേ അത് മാന്യമായിട്ട് പറഞ്ഞിട്ട് നിർത്തിയിട്ട് പോകണം. എനിക്ക് പറയാനുള്ളതോട് ഒന്ന് കേക്ക്. അത് കഴിഞ്ഞിട്ട് എന്താന്ന് വെച്ചാൽ നീ ഡിസിഷൻ എടുത്തോ. നീ പറയുന്ന ഒരു കോപ്പ് എനിക്ക് കേൾക്കണ്ടെങ്കിലോ? I have been raped several times.